ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാം. അടിയാനു യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ. നന്മകൾക്കു നന്ദിയേകാം എന്തു ചെയ്യും ഞാൻ, എന്തു ചെയ്യും ഞാൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായൊരു സന്ദേശമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനുള്ള സന്ദേശം. വിശ്വാസത്തിൻ്റെ പല ലെവലുകൾ, തലങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തികളെ കാണുക. ഈ തളവാത രോഗിയെ യേശു വചനം പ്രഘോഷിച്ചിരുന്ന സമയത്ത് യേശുവിൻ്റെ അടുത്തേക്ക് എടുത്തു കൊണ്ടുവന്ന 4 പ്രേക്ഷിതരുടെ വിശ്വാസം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. നമുക്ക് ആ വചനഭാഗം തന്നെ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു. മർക്കോസ് 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം ഏറ്റുപറയുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളവാത രോഗിയെ എടുത്തു കൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാത രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കൊണ്ട് യേശു തളർവാത രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ഇത് ഒരു തരത്തിലുള്ള വിശ്വാസമാണ്. 4 പ്രേക്ഷിതരുടെ വിശ്വാസം. ആ പ്രേക്ഷിതരുടെ വിശ്വാസം ഇതാണ്: ഈ തളവാത രോഗിയെ യേശുവിൻ്റെ അടുത്തൊന്ന് എത്തിക്കാൻ സാധിച്ചാൽ മതി, യേശു ആ രോഗിയെ സൗഖ്യപ്പെടുത്തും. ആ വിശ്വാസം ആ തളവാത രോഗിക്ക് രക്ഷയായി ഭവിക്കുകയാണ്. ഈ എടുത്തുകൊണ്ടുവന്ന 4 പ്രേക്ഷിതരുടെ വിശ്വാസം കൊണ്ട് യേശു തളവാത രോഗിയെ തൊട്ട് സൗഖ്യപ്പെടുത്തുകയാണ്. ഇനി മറ്റൊരു വിശ്വാസം നമ്മൾ ബൈബിളിൽ കാണുക.
മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തില് രക്തസ്രാവക്കാരിയുടെ വിശ്വാസമാണ്. അവളുടെ വിശ്വാസം യേശുവിൻ്റെ അടുത്ത് വരിക എന്നതിലുപരിയായിട്ട് യേശുവിനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും എന്നുള്ള വിശ്വാസമാണ്. യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും, അങ്ങനെ ഒരു വിശ്വാസം. ആ വിശ്വാസ അനുഭവ ഭാഗം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുന്നു. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുൾ ചെയ്തു, മകളെ ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ, ഈ രക്തസ്രാവക്കാരിയുടെ വിശ്വാസം ഇതാണ്. യേശുവിന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ മതി, എനിക്ക് ഈ സൗഖ്യം കിട്ടുന്നുള്ള വിശ്വാസം. ഇനി മൂന്നാമത്തെ തരത്തിലുള്ളൊരു വിശ്വാസം, അത് ശതാധിപന്റെ വിശ്വാസമാണ്. അതാണ് ശക്തമായൊരു വിശ്വാസമായിട്ട് ബൈബിളിൽ കാണുക, അല്ലെങ്കിൽ ഈശോ അതിനെ പ്രശംസിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു വിശ്വാസത്തിന്റെ മേഖല നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് ആ വചനഭാഗം ഒന്ന് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു. മത്തായി 8:5 മുതൽ തിരുവചനം എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞേൻ. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവന്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എന്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എന്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു. അവരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ഇത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ, ശതാധിപന്റെ വിശ്വാസമാണ്. കർത്താവേ, ഒരു വാക്ക് മതി. വിശുദ്ധ ജെറോം പറയുകയാണ്, തളർവാദ രോഗി എടുത്തുകൊണ്ടുവന്ന 4 പ്രേക്ഷിതരുടെ വിശ്വാസത്തെക്കാളും ഈ രക്തസ്രാവക്കാരിയുടെ വിശ്വാസത്തെക്കാളും വലിയ വിശ്വാസമാണ് ഈ ശതാധിപന്റെ വിശ്വാസം. നീ എൻ്റെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നെ തൊടേണ്ട ആവശ്യമില്ല, ഞാൻ നിന്റെ അടുത്ത് വരേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നീ ഇവിടെ നിന്ന് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ വീട്ടിൽ ഞാൻ നിയോഗം വെച്ച മേഖലകളിൽ ഞാൻ ഇൻറ്റൻഷൻ വെച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിലെ വ്യക്തികളിലൊക്കെ അത്ഭുതം സംഭവിക്കുകയും ദൈവം ഇടപെടും. ഇങ്ങനെ വിശ്വസിക്കുകയാണ്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഈ ഒരു വിശ്വാസം, ഈ വിശ്വാസത്തോടെ, ഈ ശതാധിപൻ്റെ വലിയ വിശ്വാസ അനുഭവത്തോടെ
ഈശോ പറഞ്ഞില്ല, ഇതുപോലൊരു വിശ്വാസം ഇസ്രായേൽ ഒരുവിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇരു കരം ഉയർത്തിപ്പിടിച്ചൊന്ന് ശക്തമായൊന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിശ്വാസത്തോടെ സ്തുതിക്കുക. സദാദിവന്റെ വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വരം ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം വരമായി തീരട്ടെ. സകല തടസ്സങ്ങളും മാറിപ്പോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പോരാ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ. വിശ്വാസം നേടണമേ. വിശ്വാസം എന്ന ദാനം നേടണമേ. വിശ്വാസം എന്ന ഫലം നേടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് വിശ്വാസത്തോടെ യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ അഭിവൃദ്ധി പ്രാപിക്കുക. കരങ്ങൾ വെച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചു. പുറത്തകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുറത്തകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. എന്റെ പുറക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്ക് മതി കർത്താവേ. വിശ്വാസത്തോടെ കരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും ഹല്ലേലൂയ വന്ന് വേഗത സ്തുതിക്കുക. ദൈവത്തിന്റെ ആത്മാവായ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവമേ, അവനൊൽപ്പം പറയുമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിൽ വിശ്വസിച്ച് ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ആരൊക്കെ എപ്പോഴൊക്കെ കാണുന്നതോ ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുന്ന, സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന, രൂപാന്തരപ്പെട്ട തിരത്തത്ത കടയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാര, ഗുരുവോത്ര, ദുഷ്ടദോഷം, പൈശാചിക പീഡന ബാധകള് ഞങ്ങളുടെ കുടുംബത്തെ കൂട്ടായ്മ കണ്ടുകൊണ്ട് ദൂരേറ്റണമേ. പാപകരമായ സകലത്തും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിർണ്ണയിക്കമായി വിട്ടുപോട്ടെ. സർവ്വശക്തനായ ദൈവത്തിന്റെ ശക്തിയായ രക്ഷകനായ യേശുവിന്റെ നാമത്തില് പരിശുദ്ധ കന്യാവിന്റെ ശക്തിയുടെ മധ്യസ്ഥ വികാര അപ്പാ ഗബ്രിയ മലമ്പട ശക്തമായ സാധ്യത സംരക്ഷത്താല് ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമ്പന്ന എല്ലാ ധർമ്മങ്ങളും വെള്ളത്തിലോ വായുവിലുള്ള വസ്തുക്കളിലും ഭക്ഷണങ്ങൾക്കും മാനസിക ശാരീരിക ആത്മീയമായുള്ള മാനുഷിക പ്രാഥമിക പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10, ലൂക്ക 4:12, മർക്കോസ് 16:3 പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര മന്ത്രി വചന ശക്തിയ സകലവിധ പ്രകൃതിശം ഇടിവിലെ ഇടിവിട്ടുള്ള ആശ്വാസങ്ങൾ വകുപ്പ് ഉദ്ദേശം വാസി വൈരാ തർക്കം കലങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികള് ജടികാസക്തി ദ്രവ്യാസക്തി കോപാസക്തി ഭക്ഷണാസക്തി സ്വയം പോകം സ്വർഗപോകം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വിഭിചാര ദുർബോധ അഹങ്കാര അസൂയ അനസം മോഹം കോപം കൊതി വിവാദരസം ജോലിരസം വിൽപ്പനാസം യാത്രാസം മനസം കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണു മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരികവും ബാഹ്യവും ചെറുതും രോഗപ്പെട്ട അമിതമായ ഭയം ദുഃഖം നിരാശ അവകാശത്താബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക സ്തുതിച്ച് പ്രാർത്ഥിക്കുക വചനം വായിക്കുക ജമ്പാചാര തടസ്സങ്ങള് രോഗശാന്തി തടസ്സങ്ങള് സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങള് വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങള് അതിന് പിന്നിപ്പോകുന്ന പൈശാചിക അരിഫി അന്ധകാര ശക്തികളെ സാത്താന ശക്തികളെ ദുഷ്ടശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശോനെ കുരിശിനെ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രവേശിക്കുന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോട്ടെ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്നൊന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ചേ. യേശുവേ, യേശുവേ, യേശുവേ. വിശ്വാസത്തോടെ കരങ്ങളടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. ഈ ഗാനത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ. ഒരു വാക്കു മതി
എനിക്കത് മതിയേ, ഒരു വാക്കുമതി, എനിക്കത് മതിയേ, ഒരു വാക്കുമതി, എനിക്കത് മതിയേ, ഒരു വാക്കുമതി, ആവർത്തിച്ച് പാടി. ഒരു വാക്കുമതി, എനിക്കത് മതിയേ, ഒരു വാക്കുമതി, എനിക്കത് മതി. എല്ലാവരും ഉച്ചസ്വരത്തെ ശക്തമായി സുതച്ച് പ്രാർത്ഥിക്കുക. ഒരു വാക്ക് മതി ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ രോഗം മാറും, ക്ഷീണം മാറും. ഒരു വാക്ക് മതി, എന്റെ ജീവിതം തന്നെ മാറിപ്പോവും, മരണം മാറിപ്പോവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാപം മാറിപ്പോവും, പാപം മാറിപ്പോവും. യേശുവേ, ഒരു വാക്ക് അരുൾ ചെയ്യുക യേശുവേ. വിശ്വാസം വർദ്ധിപ്പിക്കണം, വിശ്വാസം വരമായി തീരട്ടെ. ഭാഷകൾ സുതച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും കരം ഉയർത്തി സുതച്ച് പ്രാർത്ഥിക്കുക. പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിക്കുക. ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം പറയാൻ വേണ്ടി സ്തുതിക്കുന്നു. സംഭവിക്കട്ടെ. എനിക്കതു മതിയേ, ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ദിവ്യകാഠിയിൽ നോക്കി ശക്തമായി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞ ഭാഷാവരുള്ള ഭാഷാത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി പിടിവാശിയുള്ളൊരു കുഞ്ഞ്, ഭയങ്കര പിടിവാശിയുള്ളൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിന് വിടുതൽ നൽകി കർത്താവ് ഈ സമയം അനുഗ്രഹിക്കുന്നുണ്ട്. ഈ വചന ശുശ്രൂഷ സമയത്ത് സമാധാനം നൽകി ഒത്തിരി വ്യക്തികളെ, കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഏതാനും വചനങ്ങൾ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുമ്പോൾ തന്നെ എത്രയോ സമാധാനമാണ് കർത്താവ് തന്നുകൊണ്ടിരിക്കുക. അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവര് ഇത് ഈ ശുശ്രൂഷയും കാണുന്നുണ്ട്. അങ്ങനെ അത്ഭുതമാല കണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കാലിന്റെ രോഗം ഒരു കാര്യമായ രോഗമായിരുന്നു. ആ രോഗം പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എന്ന് ഈശോ സന്ദേശം തരികയാണ്. ഈ ഏൽറുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിച്ച് വോയിസ് മെസ്സേജ് അയച്ചോ, ഇവിടെ വന്നോ, ആ കാലിന്റെ രോഗം മാറിയത് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആ വ്യക്തിക്ക് കർത്താവ് സന്ദേശം തരികയാണ്. കർത്താവിന്റെ പ്രവൃത്തികളൊക്കെ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിന് സാക്ഷ്യം നൽകാൻ ലജ്ജിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്ന ഒരു വ്യക്തിയോട് എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. വിവിധങ്ങളായ പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥിച്ചോ, പലർക്കും ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മാനുവൽ എന്ന മകന്റെ ഒരു വീഴ്ചയെ തുടർന്നുണ്ടായ പരിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷപാതം കാണിക്കുന്ന ചില മക്കളെ കാണിക്കുന്നു. സൗന്ദര്യത്തിന്റെ പേരില്, സ്വത്തിന്റെ പേരില്, അങ്ങനെയുള്ള പലതിന്റെ പേരിൽ പക്ഷപാതം കാണിക്കരുതെന്ന് ഇത് കാണുന്ന ചില മക്കൾക്ക് സന്ദേശം തരികയാണ്. ഒപ്പം തന്നെ പച്ച കുത്തുന്ന മക്കളെ കാണിക്കുന്നു. അതിന് ഒരുങ്ങുന്നവര്, കുത്തിയവര്, ഏത് തരത്തിലുള്ള പച്ചകുത്തലും വേണ്ടാന്ന് ഈ കർത്താവ് സന്ദേശം തരുന്നു. അതിഭയങ്കരമായ അലസത, മടി കർത്താവ് എടുത്തു മാറ്റി ചിലർ അനുഗ്രഹിക്കുന്നുണ്ട്. പാറ്റ, പല്ലി ശല്യങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വിദേശ യാത്രാ തടസ്സങ്ങളും വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാനുള്ള തടസ്സങ്ങളും കർത്താവ് ചിലരുടെയൊക്കെ എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. പ്രഭാഷകൻ 6 വചനം കർത്താവ് ഈ സമൂഹത്തിൽ ആർക്കോ സന്ദേശമായി തരികയാണ്. എല്ലാവരിൽ നിന്ന് സൗഹൃദം നീ സ്വീകരിച്ചുകൊള്ളുക, എന്നാൽ 1000-ൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ എന്നൊരു സന്ദേശം, ഒരു വചന സന്ദേശമായി കർത്താവ് എനിക്ക് ഗ്രൂപ്പിന് തരികയാണ്. സിസിലി എന്ന മകളുടെ അതിശക്തമായ മുട്ടുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തൊണ്ടയിൽ മുഴയുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുന്നുണ്ട്. ക്യാൻസർ ആണെന്ന് ഭയപ്പെട്ടിരിക്കുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. പേടിക്കേണ്ടെന്ന് സന്ദേശം തരുന്നു. വിവാഹം കഴിഞ്ഞ് 12 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ശക്തമായി മുടികൊഴിച്ചിലുള്ള ഒരു യൂത്ത് പെൺകുട്ടിയെ കർത്താവ് ഈ സമയം സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായി പനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ പനി കർത്താവ് എടുത്തു മാറ്റി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മലതാഴത്തിൽ തടിപ്പും വേദനയുള്ള 2 മക്കൾക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ കപകെട്ട് കുറുകലുള്ള ഒരു കൈക്കുഞ്ഞിന് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. 2 ചെവിക്കും ശക്തമായ വേദനയും ചെവിക്കടിയും ഉള്ള ഒരു എപ്പോഴും വെള്ളം മുണ്ടും ഷർട്ടും ധരിക്കുന്ന ഒരു സഹോദരനെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വലിയ ദാരിദ്ര്യ അവസ്ഥയിലായിരിക്കുന്ന മോളി എന്ന സഹോദരിയുടെ കുടുംബത്തിലെ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ദിവസം ധാരാളം വായു ഗുളിക കഴിക്കുന്ന ഒരാളുടെ ഉദരസംബന്ധമായ അസ്വസ്ഥത കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു.
ഒരു 42 സെന്റ് സ്ഥലത്തിന്റെ വിൽപ്പനാ തടസ്സം കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ആ കുടുംബത്തോട് ഇനി മുതൽ വൈൻ അല്ലെങ്കിൽ വീഞ്ഞ് കുടിക്കരുത് എന്ന് ആ 42 സ്ഥലം വിൽക്കാനുള്ള വ്യക്തിക്ക് കർത്താവ് സന്ദേശം നൽകുകയാണ്. കഴുത്തിന് ചുറ്റും ശക്തമായ രീതിയിൽ ചുണങ്ങുള്ള ഒരു സഹോദരന് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. തല കഷണ്ടിയായ ഒരു സഹോദരൻ ആ ഈശോ കാണിക്കുന്നു. വിശുദ്ധ ബൈബിള് തുറന്നു വെച്ചുകൊണ്ട് ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് പ്രത്യേക അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ബൈബിൾ തുറന്നു വെച്ച് എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വലിയൊരു അനുഗ്രഹമാണെന്ന് ഈശോ കാണിക്കുന്നു. രണ്ട് വശത്തും തിരിയും കത്തിച്ചു വെച്ചതായി ഈശോ കാണിക്കുന്നു. ബൈബിള് തുറന്നു വെച്ച് ഇവിടെ പറയുന്ന വചനങ്ങളൊക്കെ അതിൽ നോക്കി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ തടസ്സങ്ങളും ബന്ധനങ്ങളും മാറുമെന്ന് കർത്താവ് സന്ദേശത്തിൽ നൽകുകയാണ്. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജോർജ്. എൻ്റെ സ്ഥലം കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്താണ്. കഴിഞ്ഞ 15 വർഷമായി ഇറ്റലിയിലെ നേപ്പിൾസ് എന്ന സ്ഥലത്ത് ഒരു കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുന്നു. എനിക്ക് അത്ഭുത ജപമാലയിൽ ലഭിച്ച അത്ഭുതകരമായ സൗഖ്യത്തെക്കുറിച്ച് സാക്ഷി നൽകുന്നതിനാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഏകദേശം 8 മാസങ്ങൾക്ക് മുമ്പ് വരെ എനിക്ക് അതികഠിനമായ സൈനസൈറ്റിസ് എന്ന രോഗമുണ്ടായിരുന്നു. ഒത്തിരിയേറെ മരുന്നുകൾ കഴിച്ച് ഡോക്ടർമാരെ എല്ലാം കൺസൾട്ട് ചെയ്തെങ്കിലും ഒരു പരിഹാരം, ഒരു സൗഖ്യം എനിക്ക് പൂർണ്ണമായിട്ട് ലഭിച്ചിരുന്നില്ല. തലവേദന പലപ്പോഴും രാത്രിയിൽ എനിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. രാത്രിയിൽ മുഴുവൻ ഉറങ്ങാതെ ഞാൻ എഴുന്നേറ്റിരുന്ന അവസ്ഥ ഉണ്ടായിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചു, എങ്കിലും എനിക്ക് സൗഖ്യം കിട്ടിയില്ല. പലതരം മരുന്നുകൾ മാറി മാറി പരീക്ഷിച്ചെങ്കിലും പൂർണ്ണമായി സൗഖ്യം കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവിചാരിതമായിട്ട് യൂട്യൂബിൽ ഈ അത്ഭുത ജപമാലയുടെ പഴയ ഒരു എപ്പിസോഡ് എനിക്ക് കാണുവാനായിട്ട് ഇടയായി. ആ എപ്പിസോഡിനിടയ്ക്ക് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറയാൻ ഞാൻ കേട്ടു. സൈനസൈറ്റിസ് എന്ന രോഗം മൂലം അതികഠിനമായ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി കർത്താവ് പൂർണ്ണമായി സൗഖ്യം നൽകുന്നുവെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആ എപ്പിസോഡ് 8 മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു എപ്പിസോഡായിരുന്നു. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു, അത് എന്നെക്കുറിച്ച് തന്നെയാണ്. ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു. കർത്താവെ, അങ്ങ് ഇപ്പോൾ അച്ഛനോട് വിളിച്ചു പറഞ്ഞ സൗഖ്യം എനിക്ക് തന്നെ ഉള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായും ഇവിടെ വന്ന് അത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് കർത്താവിനോട് വാഗ്ദാനം ചെയ്തു. അന്ന് എൻ്റെ ആ തലവേദന വിട്ടുപോയി. തലവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. പകലും പോലും ഒരു കുഴപ്പമില്ല. സന്ധ്യയായി കഴിയുമ്പം നമ്മുടെ ഈ കണ്ണിൻ്റെ 2 വശത്തും നെറ്റിയുടെ മുകൾ വശത്തും മൂക്കിൻ്റെ ഇരുവശത്തുമായിട്ട് പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരു തരം അസ്വസ്ഥതയും ചുളിയുളുപ്പും വേദനയായിരുന്നു. ഈ വേദന അന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അച്ഛൻ്റെ ഈ മെസ്സേജ് വിളിച്ചു പറഞ്ഞ് ഞാൻ വിശ്വസിച്ചപ്പോൾ അന്ന് എൻ്റെ ഈ രോഗം പൂർണ്ണമായിട്ട് വിട്ടുമാറി. അതിനുശേഷം ഒരു മരുന്ന് പോലും ഞാൻ കഴിച്ചിട്ടില്ല. കഴിഞ്ഞ 9 മാസമായിട്ട് എനിക്ക് ഒരിക്കൽ പോലും ആ സൈനസൈറ്റിസ് എന്ന അസുഖം വീണ്ടും ഉണ്ടായിട്ടില്ല. പൂർണ്ണ സൗഖ്യം കർത്താവിക്ക് നൽകി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടല്ലോ, എത്രയോ വലിയ മറ്റൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ജോർജ് എന്ന മകൻ്റെ വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. 8 മാസത്തോളമായി സൈനസൈറ്റിസ് രോഗം മൂലം വിദേശത്ത് ഇദ്ദേഹം കഷ്ടപ്പെടുകയാണ്. ആരോ പറഞ്ഞു കേട്ട് ഈ അത്ഭുത ജപമാല ലിങ്ക് കിട്ടി. ആദ്യത്തെ ഒരു അത്ഭുത ജപമാല, അതും മാസങ്ങൾക്ക് മുമ്പുള്ള റെക്കോർഡ് അത്ഭുത ജപമാലയാണ്. അത് കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അതേ അവസ്ഥ വിളിച്ചു പറയുകയാണ്. അതികഠിനമായ രീതിയിൽ സൈനസൈറ്റിസ് രോഗം മൂലം വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് വിളിച്ചു പറയുകയാണ്. ആ വിളിച്ചു പറഞ്ഞത് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ശതാധിപനെ പോലെ, രക്തസ്രാവക്കരിയെ പോലെ, അല്ലെങ്കിൽ ഈ തളവാതിരുകി എടുത്തുകൊണ്ട് വന്ന 4 പ്രേക്ഷരെ പോലെ അങ്ങോട്ട് വിശ്വസിച്ചു. അത് എടുത്തെടുത്ത് പറഞ്ഞില്ലേ, ഞാനതങ്ങോട്ട് വിശ്വസിച്ചു, അത് ഞാൻ തന്നെ. കാരണം അതികഠിനമായ സൈനസൈറ്റിസ് എനിക്കാണല്ലോ. അതങ്ങോട്ട് വിശ്വസിച്ചു. ആ രോഗം അതോടുകൂടി പിന്നെ വന്നിട്ടില്ല. ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു. ഇതുവരെ 9 മാസം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതുവരെ പിന്നീട് അങ്ങനെ ഒരു രോഗം അദ്ദേഹത്തിന് വന്നിട്ടില്ല. നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്നേഹമുള്ള ഈ അത്ഭുതമായ ലിങ്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഈ റെക്കോർഡ് അത്ഭുതമാലയൊക്കെ നിങ്ങൾ കാണുക. ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷയിലൂടെയും കർത്താവ് ഒത്തിരി അനുഗ്രഹം തരുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് എൽറുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് വോയിസ് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ ഇവിടെ വന്നോ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടും. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വാസത്തോടെ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്
ദൈവികാണ് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ശബ്ദമുയർത്തുന്ന സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, വിശ്വാസം വരുമ്പോ ശബ്ദം വർദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റിയ 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 റിയ. ശക്തമായി സ്തുതിക്കുന്നു. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.